നമസ്തേ. നാം ഹിന്ദുക്കൾ എങ്ങനെയാണ് നമ്മുടെ ഈശ്വരഭക്തി പ്രകടിപ്പിക്കുന്നത്? എന്താണ് നമ്മളുടെ ഈശ്വരഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്തി നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോവുക, പൂജയ്ക്ക് വേണ്ട സംഭാവനകൾ, അതായത് നേർച്ചകൾ, വഴിപാടുകൾ ഒക്കെ നടത്തുക. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം എടുത്ത് അതിൽ ചന്ദനം ഉണ്ടെങ്കിൽ ചന്ദനം എടുത്ത് നെറ്റിയിൽ തൊടുക. അങ്ങനെ ചന്ദനവും തൊട്ട് നടക്കുക. അപ്പോൾ ആളുകൾ പറയും ഇവനൊരു ഭക്തനാണെന്നുള്ളത്. പിന്നെ വഴിപാടുകൾ നടത്തി നമുക്ക് ജീവിതത്തിൽ സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു തരാൻ ദൈവത്തോട് അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ വഴിപാട് നടത്തുക. വളരെ പൈസ ചിലവുള്ള വഴിപാടുകളുണ്ട്. അതൊക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരും. ഓരോരോ ഫലങ്ങൾക്ക് ഓരോ വഴിപാടാണെന്ന് പറയും. ചില ഫലങ്ങൾ കിട്ടാൻ പല പല വഴിപാടുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഇപ്പോൾ കേരളത്തിൽ അതൊരു വലിയ വ്യവസായമായി വളർന്നിരിക്കുകയാണ്. അവിടെ പോയി ഇന്ന ഓരോ ക്ഷേത്രവും പറയും ഇന്ന വഴിപാട് നടത്തി ഇന്ന ഫലം കിട്ടും. പോരെ പോരെ, ഞങ്ങൾ കൃഷ്ണക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട്. പക്ഷെ ഗുരുവായൂർ കൃഷ്ണക്ഷേത്രത്തിനാണ് വളരെ ഏറ്റവും ശക്തി ഉള്ളതെന്നാണ് അവർ പറയുന്നത്. ഇങ്ങോട്ട് പോരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം വിളിപ്പുറത്ത് കേൾക്കുന്ന കൃഷ്ണനാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്പലപ്പുര കൃഷ്ണനൊന്നും വേണ്ട, വേറെ ലോക്കലായിട്ട് ഏതെങ്കിലും ഒരു കൃഷ്ണനും എന്തെങ്കിലും പോകും. എല്ലാം പെറുക്കി കെട്ടി ഗുരുവായൂർ പോകുന്നു. അവിടെ ഭയങ്കര തിരക്കാകും. അപ്പം അവിടെ ചെന്നിട്ട് ചെയ്യുന്ന എന്താണ്? ദൈവമേ എനിക്ക് ഇതൊക്കെ ചെയ്ത് സാധിച്ചു തരണേ, ഞാൻ ഇന്ന വഴിപാട് നടത്തിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന് അവിടെ കണക്കെഴുതാനായിട്ട് ദൈവത്തിൻ്റെ അടുക്ക് ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ പൂജാരിമാരും അമ്പല കമ്മിറ്റിക്കാരും ഒക്കെ വാങ്ങിക്കുകയാണ് ഈ പൈസകളെല്ലാം. ദൈവം ഇതും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ? ഇതൊക്കെ ഒരു തരം പറ്റിക്കൽ പ്രസ്ഥാനങ്ങളാണെന്ന് നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഈ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അഭ്യർത്ഥനകളോ ഒന്നും വാസ്തവത്തിൽ ദൈവം കേൾക്കുന്നു കൂടിയില്ല. അതാണ് ഗീത എന്ന് പറയുന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗീത പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗീതയും ഉപനിഷത്തുകളും അത് തന്നെ പറയുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം, ആത്മീയ തത്വപ്രകാരം ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിലും ഉണ്ട് ഒരു ഈശ്വരൻ. ഈ ഗീത പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. ക്ഷേത്രജ്ഞൻ, അത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. പിന്നെ നമ്മൾ വെളിയിൽ നോക്കി പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ഉള്ളിലേക്ക് കണ്ണുകൾ തിരിക്കുക, പ്രാർത്ഥിക്കുക. ആ ദൈവത്തിന് സാധിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളെ വെളിയിലുള്ള ഏത് ദൈവത്തിനും സാധിച്ചു തരികയുള്ളൂ. അത് തന്നെ വെളിയിലുള്ള ദൈവമല്ല സാധിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ദൈവം. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആകെ ഒരു ഇമ്പാക്റ്റേ നടക്കുന്നുള്ളൂ. അതായത് നമ്മളുടെ ശരീരത്തിലുള്ള നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യം ഉപയോഗിച്ച് അത് നമ്മുടെ ശാരീരിക ശക്തികളിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ശക്തി, ആ ആവാഹനത്തിൻ്റെ ശക്തി കൂട്ടി നമ്മളുടെ ഫാക്കൾട്ടീസ്, അതായത് ബുദ്ധിയും അതുപോലെ ഇന്ദ്രിയങ്ങളും എല്ലാം ആ ലക്ഷ്യം നേടുന്നതിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തനം വീര്യവത്തായി മാറുന്നു. അങ്ങനെ അതാണ് നമ്മൾ ചാന്തോക്യോപനിഷത്തിൽ പഠിച്ചത്. ഉപനിഷത്തുകളും ഗീതയൊക്കെ പറയുന്ന പാഠങ്ങൾ പഠിക്കണം. അല്ലാത്തവൻ ഹിന്ദു അല്ല. വെറുതെ ഇങ്ങനെ കുറിയും തൊട്ട് വഴിപാട് നേടി നടന്നു കഴിഞ്ഞാൽ ഹിന്ദു ആകത്തില്ല. ഹിന്ദു ആകണമെന്നുണ്ടെങ്കിൽ ഈ തത്വം പുസ്തകങ്ങൾ വായിക്കണം. ഏത് മതത്തിനും കാണും അവരുടേതായ ഒരു മതഗ്രന്ഥം. ആ മതഗ്രന്ഥമാണ് നമുക്ക് ദശോപനിഷത്തുകളും കുറഞ്ഞ പക്ഷം ഗീതയും. ആ ഗീതയെങ്കിലും വളരെ ഇഴകേറി പഠിച്ച് മനസ്സിലാക്കണ്ടേ. ഏറ്റവും ശാസ്ത്രീയമായ ആത്മീയ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതികളാണ് ഇതെല്ലാം. അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരു മതമാണ് നമ്മളുടെ മതം, ഹിന്ദു മതം. പക്ഷെ നമ്മൾ അതൊന്നും വേണ്ട. നമ്മൾ മറ്റുള്ളവരെ പോലെ പോകുന്നു, വീഴുന്നു, നമസ്കരിക്കുന്നു, അവിടെ പൈസ കൊടുക്കുന്നു, കാര്യം സാധിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും. അതൊക്കെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലെന്നാണ് ഈ നമ്മുടെ പുസ്തകങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ആളുകളെങ്ങനെ വിളിച്ച് അത് നടത്ത് ഇത് നടത്ത് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഓരോരോ വാഗച്ചാർത്ത് കണ്ട് ഗുരുവായൂരിലെ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ദർശന പുണ്യം. അത് സ്ഥിരം
പറയുന്ന ഒരു പല്ലവിയാണ്. എല്ലാവരും പത്രങ്ങളിലൊക്കെ കാണാം, ലക്ഷങ്ങൾ ദർശന പുണ്യം നേടി. ഏത് ശബരിമലയിൽ ലക്ഷങ്ങൾ. എന്തോന്നാണ് ഈ ദർശന പുണ്യം? ദർശനം കൊണ്ട് പുണ്യം കിട്ടുമോ? ദർശനം കൊണ്ട് പുണ്യം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പോയി ദർശിച്ചാൽ മതി, എല്ലാ പാവങ്ങളും കഴുകിക്കളഞ്ഞ് പിന്നെ അവന് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള നിലയാവും. അതൊന്നുമല്ല. കർമ്മം അവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം അവൻ അനുഭവിക്കും, ഈ ലോകത്ത് തന്നെ അനുഭവിക്കും. അതിന് പ്രത്യേക ജന്മമൊന്നും എടുക്കേണ്ട കാര്യമില്ല. അനുഭവിക്കുന്നില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ആരാണ്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്ന്. ഇത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് ഓരോരോ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അവൻ മനസ്സിലാക്കും, ഇത് ഞാൻ അന്ന് ചെയ്തതിന്റെ ഫലമാണെന്നുള്ളത് അവന് മനസ്സിലാക്കുമില്ല. മനസ്സിലാക്കിയില്ലെങ്കിൽ അവനിങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും. അതിന് പ്രത്യേകിച്ച് ഈ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതൊരു അന്ധവിശ്വാസമാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ആത്മീയ ഗ്രന്ഥവും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ വാഗച്ചാർത്ത് കണ്ടാൽ അരിഷ്ടതകൾ നീങ്ങും. ഗുരുവായൂരില് പ്രത്യേകതയായിട്ട് ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട്, നിർമാല്യ ദർശനം കണ്ടാൽ പാപമോചനം, തൈലാഭിഷേക ദർശനം കണ്ട രോഗങ്ങളിൽ നിന്ന് മോചനം, പാലഭിഷേക ദർശനം കണ്ട ശത്രുക്കളിൽ നിന്ന് രക്ഷ. എന്താണ് ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ എന്ത് വേണം? നമ്മൾ ഒന്നും ചെയ്യണ്ടല്ലോ. എല്ലാം ഇങ്ങനെ അവിടെ പോയി ഇതൊന്ന് കണ്ടാൽ മതി, പിന്നെ എല്ലാം സിദ്ധിച്ചു. അതുപോലെ തന്നെ ഗുരുവായൂർ പിന്നെ വഴിപാട് കൃഷ്ണനാട്ടം, വിവാഹ തടസ്സവും പിന്നെന്താണ് വിവാഹകഷ്ടം മാറും, സന്താന ലബ്ധി ഉണ്ടാകും, തുളസിമാല, താമരമാല, വെണ്ണ നിവേദ്യം, ഇതൊക്കെ കൊണ്ടെങ്കിൽ കൃഷ്ണന്റെ പ്രീതി കിട്ടും. ഇനി വേറെയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ടുണ്ട്. ചാർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റുകളുണ്ട്. എന്താണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് 50,000 രൂപയുള്ള ചുറ്റുവിളക്ക് 2025 മുതൽ ചുറ്റുവിളക്കിന് 50,000 രൂപയാണ്. ഇപ്പൊ വലിയ നിറമേല 4,500 രൂപ. അലങ്കാരം വിത്ത് കളഭം 9,000 രൂപ. നമസ്കാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, 10,000 രൂപ. അത്താഴം 11,000 രൂപ. പിന്നെ ആനയൂട്ട് 12,000 രൂപ. ദീപസ്തംഭം 5,000 രൂപ. ചുറ്റമ്പലം വിളക്ക് തെളിയിക്കൽ അതിന് 13,000 രൂപ. അങ്ങനെ എത്ര രൂപയാണ് ഇവർ അടിച്ചു മാറ്റുന്നതെന്ന് ആലോചിച്ചുകൊണ്ടാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തരും, ഇതിന്റെ 10 മടങ്ങ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ അവനെ വളർത്തുകയാണ്. ഇത് കിട്ടും എന്ന്. അതിനെക്കുറിച്ച് ഈ പരിപാടി, ഈ ഒരു ഭക്തി വ്യവസായത്തെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവനെ വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഭക്തി വ്യവസായത്തെക്കുറിച്ച് ഗീത പറയുന്ന ഒരു 3 ശ്ലോകത്തിൽ ഗീത ഇത് നല്ല ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്നു. എത്ര 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അന്നേ ഇത് ഈ നമ്മളുടെ പൂർവികർ ഇതെല്ലാം അന്നേ കണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതാണ് ആ 3 ശ്ലോകങ്ങൾ. യാമിമ 2, 42, 43, 44. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിഭജിതഃ വേദവാദരഥാ പാർത്ഥ ന അന്യദസ്തീതി വാദിനഃ ആത്മാത്മന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. ഇതാണ് ആ 3 ശ്ലോകങ്ങൾ. അതിനെ തുടർന്ന് പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, ഇതിന് അനുബന്ധമായിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ. വ്യവസായാത്മിക ബുദ്ധിയെ കുറിച്ചാണ് വ്യവസായം എന്ന് പറഞ്ഞാൽ വിവേകം ഉണ്ടാക്കുന്ന ബുദ്ധി. അതിലേക്ക് അത് ഒറ്റ ബുദ്ധിയേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള ഈ അതായത് ഈ കർമ്മയോഗപരമായിട്ടുള്ള ബുദ്ധി. ഈ കർമ്മം ചെയ്യണം, പിന്നെ അത് ഫലത്തിൽ അധികാരത്തോടു കൂടിയാവരുത് കർമ്മം ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലുള്ള ഒറ്റ ബുദ്ധിയേ ഉള്ളൂ. അല്ലാതെ അത് ചെയ്താൽ ഇത് കിട്ടും, മറ്റേത് ചെയ്താൽ വേറെ ഫലം കിട്ടും, അങ്ങനെയുള്ള ഫലങ്ങളൊന്നുമില്ല. നിനക്ക് നിൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് നിനക്ക് മുക്തനാകണമെന്നുണ്ടെങ്കിൽ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ
ഫലം നിന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ നീ പ്രത്യേക ഒരു രീതിയിൽ കർമ്മം ചെയ്യണം. ആ രീതിയിൽ കർമ്മം ചെയ്താൽ അതിനകത്തു നിന്നുള്ള അതിൽ നിന്ന് അതിനാൽ നീ പങ്കിലമാക്കപ്പെടാതിരിക്കുകയുള്ളൂ. അതാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന കാര്യം. അതാണ് ഗീതയുടെ പ്രധാന സന്ദേശവും. കാരണം എന്ന് പറഞ്ഞാൽ അർജുനൻ ഇങ്ങനെ എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ, ഞാൻ എവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പാപിയായി തീരും, നരകത്തിൽ ഉള്ള കാലം മുഴുവൻ നരകത്തിൽ കിടക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഭയപ്പാടോടുകൂടിയാണ് കൃഷ്ണനോട് പറയുന്നത്, കൃഷ്ണ എനിക്ക് വയ്യ, ഞാൻ എന്നെ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയുക, അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം, ഒരു ശിഷ്യനായി ഞാൻ അങ്ങയെ സമീപിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് കൃഷ്ണൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ പറയാണ് ഒരുപാട് കാര്യങ്ങൾ, യാം ഇമാം പുഷ്പിതാം വാചം, ഈ തരത്തിലുള്ള കുറെ ഇങ്ങനെ ഇനി പറയുന്ന തരത്തിലുള്ള പുഷ്പിതാം വാചം, മനോഹരമായ വാക്കുകൾ. പുഷ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകർഷണത്വം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു കൂട്ടർ ചിലർ പറയുന്നുണ്ട്. അവരെങ്ങനെയുള്ളവരാണ്? അവിപശ്ചിത, വിവേകമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അവരെന്തോ പറയുന്നത്? നിങ്ങൾ വേദവാദരതാ പാർത്ഥ നാ അന്യതസ്ഥീതി വാദിനുക എന്ന് വെച്ചാൽ ഈ ഭോഗൈശ്വര്യങ്ങളും സ്വർഗവും അല്ലാതെ വേറെ ഒന്നുമില്ല. അതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ തത്വങ്ങൾ പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം നേടാനാണ്, ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇവരതല്ല പറയുന്നത്. ഇവർ അവിവേകികളാണ്. ഇവർ പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ ഭോഗൈശ്വര്യങ്ങൾ, നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൺകുട്ടിയുടെ വിവാഹം നടക്കും, അല്ലെങ്കിൽ സന്താന ലാഭം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തിൽ നിൽക്കും, ധാരാളം സ്വത്തുക്കൾ ഉണ്ടാകും, എല്ലാ ശത്രുക്കളും ഒഴിഞ്ഞു പോകും. ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് അവർ നൽകുന്നത്. അതാണ് അങ്ങനെയുള്ളത്. അതല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് നേടാനായിട്ടില്ല. അതൊക്കെ ഞങ്ങൾ സാധിച്ചു തരാം, ഇങ്ങോട്ട് പോരെ. വേദവാദരതാ പാർത്ഥ, വേദത്തിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ, നമ്മുടെ വേദങ്ങളിലെ സൂക്തങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങൾ, ആരണ്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. സൂക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള ഈ ഒരു പ്രകൃതിശക്തികളുടെ പ്രാർത്ഥനകൾ അടങ്ങിയ പ്രാർത്ഥനാ ഗീതങ്ങളാണ്. അതാണ് സൂക്തങ്ങൾ എന്ന് പറയുന്നത്. ആ സൂക്തങ്ങൾ അതിലൊക്കെ പറയുന്ന പോലെ ഇതെങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പശുക്കളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് ധാരാളം സ്വത്തുക്കൾ നൽകണം. അങ്ങനെയാണ് ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ. അങ്ങനെയാണ് അഗ്നിയോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അത് ആ രീതിയിലാണ്. അങ്ങനെ അതിൽ തന്നെ മുഴുകിയിരിക്കുന്നവർ, അതാണ് വലുതെന്ന് വിചാരിക്കുന്നവർ, വേദവാദരതാ പാർത്ഥ ന അന്യതസ്ഥീതി വാദിനക, അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് സ്വർഗവും പിന്നെ അതിൽ ഭോഗ ഐശ്വര്യങ്ങളും, ഇതല്ലാതെ വേറെ ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ അതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന ആ അവിവേകികൾ ഈ തരത്തിലുള്ള വാക്യങ്ങളാണ് പറയുന്നത്. കാമാത്മന, അവർക്ക് ഈ അങ്ങോട്ട് ലാഭം കിട്ടണമെന്നുള്ള ലാഭേച്ഛ മാത്രമേ ഉള്ളൂ. സ്വർഗപര, അതുപോലെ തന്നെ ക്രിയാവിശേഷ ബഹുലാം, ഭോഗൈശ്വര്യ പ്രാപ്തിക്കായിട്ട് എന്താണ് ഒരുപാട് ക്രിയകൾ, ഇതുപോലുള്ള നേർച്ചകൾ, വഴിപാടുകളെല്ലാം അവർ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്താൽ ഇന്നത് കിട്ടും, മറ്റേത് ചെയ്താൽ വേറെ ഫലം കിട്ടും. എന്താ നിങ്ങൾക്ക് സഹിക്കാനുള്ള? അതിന് വേണ്ടി ഇതാണ് നല്ലത്. അങ്ങനെ ഈ ജന്മകർമ്മ ഫലപ്രദം, ജന്മവും കർമ്മവും ഫലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള പുഷ്പിതമായിട്ടുള്ള വാക്കുകൾ, മനോഹരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനകത്ത് പെടരുത് എന്നർത്ഥം. പെട്ടുപോയാൽ നിങ്ങൾക്കും ഭോഗൈശ്വര്യമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടുപോകും. നിങ്ങൾക്കൊരിക്കലും സദ്ബുദ്ധി, വിവേകം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ നരകത്തിൽ കിടന്ന് ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ നരകത്തിൽ കിടന്ന് നരകിക്കും, ഒരു സംശയമില്ല. ഒരെണ്ണം ഇപ്പം സന്താന ലബ്ധിക്ക് ഒരെണ്ണം, ഒരു നേർച്ച, അങ്ങനെ നേർച്ച പറഞ്ഞാൽ സന്താന ലബ്ധി ഉണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയാണ്. അത് ആ നേർച്ച കൊണ്ടാണെന്ന് തെളിയിക്കാനും പറ്റത്തില്ല. ഇയാളുടെ ശരീരത്തിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഇയാളുടെ പ്രാർത്ഥിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് മറ്റേത് വേണ്ട. അവന്റെ ആത്മശക്തിയെ
അവൻ ആശ്രയിക്കുക, ആ ശക്തി ഉപയോഗിച്ച് ആ ശക്തി തന്നിലേക്ക് കൂടുതൽ കൂടുതൽ അവന് സ്വാംശീകരിക്കുക. ആ ശക്തി ഉപയോഗിച്ച് അവൻ അവൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. അപ്പോഴാണ് അവന് ലക്ഷ്യം നേടാൻ പറ്റുന്നത്. അതാണ് വേണ്ടത്. അവൻ അതുമല്ല, അവൻ്റെ ബുദ്ധി മുഴുവൻ ഈ ചിന്തയിൽ ആയിരിക്കണം. അത് ഇനി പ്രശ്നോപനിഷത്തിൽ എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഒറ്റ സെന്റൻസിൽ യച്ചിത്ത തേന പ്രാണമായാതി പ്രാണ തേജസായുക്ത. പിന്നെ ആത്മാവും പ്രാണനും ഈ തേജസ് കൂടെ ചേർന്ന് നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് നമ്മുടെ ചിത്തത്തിൽ എന്താണോ ഉള്ളത്. അപ്പൊ ചിത്തത്തിൽ നമ്മൾ ഉറപ്പിക്കണം, ഇച്ഛാശക്തി കൊണ്ട് ഉറപ്പിക്കണം, ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുറപ്പിക്കണം, ഞാനത് നേടും, എനിക്കത് നേടണം എന്നുള്ള അതാണ് നമ്മുടെ പ്രാർത്ഥന. അത് നമ്മുടെ ചിത്തത്തിൽ, അതായത് ഈ ഇൻഫർമേഷൻ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്ന മനസ്സിന്റെ തലച്ചോറിന്റെ ഭാഗത്ത് അത് രേഖപ്പെടുത്തും. അതിങ്ങനെ ആവർത്തിച്ച് രേഖപ്പെടുത്തും. അപ്പൊ അതിലേക്ക് നയിക്കുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പോകുന്നത്. അതാണ് പ്രശ്നോപനിഷത്ത് നമ്മളോട് പറയുന്നത്. ഈ ലോകത്തെല്ലാം കാണുന്ന നമ്മളാണ്. നമ്മൾ ഏതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനനുസരിച്ചുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ വെളിയിൽ നിന്ന് സ്വീകരിക്കുന്നത്. അതേ രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഒരാളോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെറുപ്പിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കേൾക്കൂ, നമ്മൾ കാണൂ, അത്തരം കാര്യങ്ങളെ നമ്മൾ ചെയ്യൂ. അവന് ദ്രോഹം വരുന്ന കാര്യങ്ങളെ ചെയ്യൂ. അതുപോലെ തന്നെ നമുക്കൊരു സ്നേഹം ഒരാളോട് തോന്നിയാൽ, അത് നമ്മുടെ മനസ്സിൽ ഉദിച്ചാൽ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം അതിനനുരൂപമായിരിക്കും. ഇതാണ് പ്രശ്നോപനിഷത്ത് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ശ്രദ്ധയോടുകൂടി തത്വബോധത്തോടുകൂടി ചെയ്യുന്ന, വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ വീരവത്തരമായിരിക്കും എന്ന് ചാന്തോക്യോപനിഷത്ത് 1:10 പറയുന്നുണ്ട്. അത് ഞാൻ ചാന്തോക്യോപനിഷത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഈ തത്വങ്ങളൊക്കെ പഠിക്കണം. അല്ലാതെ ഈ ചാർട്ട് അനുസരിച്ചുള്ള ഇതൊന്നും നടത്തിയിട്ട് ആരും വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യത്തില്ല. അതുമല്ല, ഈ ഒരു ദൈവം അങ്ങനൊന്നും കർമ്മഫലം കൊടുക്കാനായിട്ട് ഇരിക്കുകയല്ല. അത് ഈ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. 5:14, 5:14, 5:15, 5:14, 5:14 ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആദത്തെ കസ്യജിത് പാപം. 5:15 പറയുകയാണ്, ഞാൻ ആരുടെയും പാപമൊന്നും സ്വീകരിക്കുന്നില്ല, ഞാൻ ആരുടെയും പുണ്യവും സ്വീകരിക്കുന്നില്ല. ഞാൻ ആർക്കും പാപം പുണ്യം ഞാൻ അതൊന്നും നോക്കുന്നില്ല. നീ പാപം ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന ഒന്നും ഞാൻ നോക്കുന്നില്ല എന്നർത്ഥം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്തവക. അതായത് അജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാണ് ഈ മോഹത്തിൽപ്പെട്ടിരിക്കുന്നത്. പുണ്യം ചെയ്ത് ദർശന പുണ്യം കിട്ടുന്നു. എന്തും മണ്ണം കെട്ടിയാണെന്ന് എനിക്കറിഞ്ഞിടും. ഇമാതിരി ഫോഷത്തരം നമ്മൾ ഭക്തി എന്ന രീതിയിൽ വെച്ച് പുലർത്താൻ പാടില്ല. അതിൽ നമ്മൾ സ്വയം പരിഷ്കരിക്കണം. ഹിന്ദുക്കൾ സ്വയം പരിഷ്കരിക്കണം. ഇതൊക്കെ ഈ അനാചാരങ്ങൾ, ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ, ഇതുപോലെ റിച്വൽസ്, റൈറ്റ്സ്, ഇതെല്ലാം ഉണ്ടായി വന്നത് കാലക്രമത്തിൽ ഉണ്ടായി വന്നതാണ്, പണ്ട് മുതലേ ഉണ്ടായി വന്നതാണ്. അതിനെയൊക്കെ തിരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ഉപനിഷത്തുകളിലും ഈ ഗീതയിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ തിരുത്തൽ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിന്തുടർന്നു വന്ന ഒരു പ്രാകൃത സ്വഭാവത്തോടു കൂടിയ വിശ്വാസ രീതികളാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത്. ഇത് ശരിയല്ല. ഇത് പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിന് യോജിക്കുന്നതല്ല. ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു മതത്തെ ആ മതാനുയായികൾ തന്നെ മോശമായി കാണിച്ചാൽ, ലോകത്തിനു മുമ്പേ പ്രകടിപ്പിച്ചാൽ എന്തൊരു കഷ്ടമാണത്. അത് പാടില്ല. നിങ്ങൾ ആ മതത്തിൻ്റെ, ഹിന്ദുവാണെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച്, ആത്മീയ തത്വങ്ങൾക്കനുസരിച്ച് സ്വയം പരിഷ്കരിച്ച് അതിനോട് നീതി ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. ഭക്തി കാണിക്കുന്ന പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിലൊരു
സന്യാസി സംഗമം നടത്തിയിരുന്നു. അവർ ചില പരിഷ്കാരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മേൽ പിന്നെ ഒരുപാട് ആളുകൾ വിരോധം കൊണ്ട് അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കൊണ്ടുവന്നിരുന്നു. സന്യാസിമാരെന്ന് പറയുന്നത് വേറെ അവർക്ക് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ, അവരെല്ലാം ഉപേക്ഷിച്ച ആളുകളാണ്. അതായത് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നത് ആത്മീയ കേന്ദ്രങ്ങളാണ്. അതാണ് അവർ പറഞ്ഞത്. അവിടെ സ്വാധ്യായം നടക്കണം, ധ്യാനം നടക്കണം, മനുഷ്യൻ നന്നാവാനുള്ള പരിപാടികൾ അവിടെ നടക്കണം, സേവന പ്രവർത്തനം നടക്കണം. ഇതൊക്കെയാണ് സന്യാസിമാര് പറഞ്ഞത്. അതുപോലെ തെറ്റായ ചില ആചാരങ്ങളുണ്ട്, ഈ ഗരുഡൻ തൂക്കം അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ. അതുപോലെ ഷർട്ടിട്ടുണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല. അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ വെളിയിലെങ്ങും ഇല്ല. ഇന്ത്യയിൽ തന്നെ ഹിന്ദുമതമുള്ള മറ്റു സ്ഥലങ്ങളിലെങ്ങും ഇല്ല. ഇപ്പൊ ഞാൻ വാരണാസിയിൽ ഇതിന് ഒരിക്കൽ പോയിരുന്നു. അപ്പൊ അവിടെ ചെയ്യുന്ന പറഞ്ഞത് നമ്മൾ തന്നെയാണ് അഭിഷേകമൊക്കെ നടത്തുന്നത്, നമ്മൾ തന്നെയാണ്. ഇത് ഒരു ആചാരം എന്നുള്ളതിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അഭിഷേകം നടത്താം. അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ ഉടുപ്പ് ഊരണം, ഏതെങ്കിലുമൊക്കെ ഊരണമെന്നൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഒരു വിചിത്ര ന്യായങ്ങൾ ഇവിടെ ഉള്ള കുറെ അന്ധവിശ്വാസികൾ പറയുന്ന കേൾക്കണം. ഇത് അങ്ങനെയാണെങ്കിൽ വിഗ്രഹത്തിൽ നിന്നുള്ള ചൈതന്യങ്ങൾ നമ്മുടെ നെഞ്ചിലേക്ക് കയറത്തുള്ളൂ. എന്തൊരു വിഡ്ഢിത്തമെന്നല്ലാതെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ചുമ്മാ കുറെ ന്യായങ്ങൾ പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ കിതാബിൽ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കണം. നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒത്തുപോകണം. അല്ലെ, നമ്മൾ ഈ പ്രാകൃത ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളവരല്ല. അതെങ്കിലും നാം മനസ്സിലാക്കണം. അതാണ് ഒരു ഹിന്ദു ചെയ്യേണ്ടത്. അല്ലാതെ സ്വയം ഈ അന്ധവിശ്വാസങ്ങളുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോകരുത് ഒരു ഹിന്ദുവും. അത് സ്വയം പരിഷ്കരിക്കുക. ഇനി അതിന് ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പണ്ടുള്ള ആളുകൾ ആചരിച്ചു വരുന്നുണ്ട്. വിവരമില്ലാത്തപ്പോൾ ആചരിച്ചു വന്നതാണത്. അതെങ്ങനെയാണ് ഋഗ്വേദത്തിൽ ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തികളെ പുകഴ്ത്തുന്ന സ്തുതികളാണ് ഉണ്ടായത്. അത് ആദ്യം അവർ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ മഹാശക്തികളെ കാണുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? ഓരോ ദേവന്മാരുണ്ടായിരിക്കുമെന്ന് കരുതി ആ ദേവന്മാരെ അവർ പുകഴ്ത്തുകയാണ്. എന്തിനാ? ആ കാര്യം അതിൽ നിന്നും വളർന്നു. അത് ഋഷിമാരെ എപ്പോഴും സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ പരമോന്നതമായ തത്വങ്ങളിലേക്ക് എത്തി, അതിൻ്റെ കാതലായ അംശത്തിലേക്ക് എത്തി, അതിൻ്റെ പരമമായ സത്തയിലേക്ക് എത്തി. അതാണ് ഋഷിമാർ ചെയ്തത്. അവരുടെ ആ രീതിയെങ്കിലും നമ്മൾ പിന്തുടരണ്ടേ? ഈ 21-ാം നൂറ്റാണ്ടിൽ വലിയ ശാസ്ത്രീയ യുക്തിയോടെ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന നമ്മൾ, അവരുടെ അത്രയെങ്കിലും ഒരു യുക്തിബോധം നമുക്ക് വേണ്ടേ? ഒരു പരിഷ്കരണ ത്വര നമുക്ക് വേണ്ടേ? നമുക്കതൊന്നുമില്ല. നമ്മൾ ഈ തന്ത്രവിദ്യയിൽ വീണിരിക്കുകയാണ്. കുറെ തന്ത്രവിദ്യ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു മാലയിടുമ്പോൾ അല്ലെങ്കിൽ ഒരു പൂ അർച്ചിക്കുമ്പോൾ അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, മറ്റിടത്തോട്ട് നോക്കരുത്. ഇത്തരത്തിലുള്ള ബാലിശമായ അറിവുകളാണ് തന്ത്രവിദ്യ എന്ന് പറഞ്ഞു വരുന്നത്. ആ തന്ത്രവിദ്യയിലാണ് നമ്മൾ അർപ്പിച്ചിരിക്കുക. ആ തന്ത്രവിദ്യയുടെ ഈ കാർമേഘത്തിനും ഉള്ളിൽ പെട്ടുപോയി ഹിന്ദുമതത്തിലെ ആത്മീയ തത്വങ്ങൾ ഒരുപാട് നൂറ്റാണ്ടുകാലം മറയ്ക്കപ്പെട്ട് കിടന്നു. എല്ലാ അനീതികളും അന്യായങ്ങളും തൊട്ടലും എന്താണ് അവന് പറയുന്നത്, തീണ്ടലും അതുപോലെ അയിത്തവും എല്ലാം ഇവിടെ വളർന്നു വന്ന ഒരു ഇരുണ്ട യുഗമാണ് പിന്നെ സൃഷ്ടിച്ചത്. അത് ഈ പ്രകാശമാനമായിട്ടുള്ള തത്വങ്ങളെ നമ്മൾ ഈ തന്ത്രവിദ്യ കൊണ്ട്, അന്ധവിശ്വാസം കൊണ്ട് മൂടിയത് കൊണ്ടാണ്. അതിനെല്ലാം ഭേദിച്ചു കളഞ്ഞ് ഹിന്ദു ഉണർന്ന് മുന്നോട്ട് വരിക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.